ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ജു ഗിരിയുടെ നമ്പർ കിട്ടിയ ശേഷം ഫോണിൽ സേവ് ചെയ്യുകയാണ്. അപ്പോൾ പേര് കൊടുക്കുന്നത് കലിപ്പൻ എന്നായിരിക്കും കേട്ടോ. അങ്ങനെ മഞ്ജു സ്റ്റേഷനിലേക്ക് പോവാൻ ഇങ്ങനെ നിൽക്കാവും. ആ സമയത്താണ് അവിടേക്ക് മഹിമ വരുന്നത്. സ്വപ്ന ഓൺലൈനിലായിട്ട് ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് മഹിമ അവിടേക്ക് വരുന്നത്. അപ്പോൾ മഹിമ മനസ്സിൽ കരുതുന്നുണ്ട്, ഈ വീട്ടിലേക്ക് തന്നെ ഇവിടേക്ക് വരേണ്ടി വന്നല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇനി ഇതിൻ്റെ പേരിലാവും അവിടെയുള്ളവർ കളിയാക്കലും. അതുകൊണ്ട് എന്നെ തിരിച്ചറിയാതിരിക്കാൻ ഇനിയിപ്പോൾ എന്താണ് വഴി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. എന്നിട്ട് മഹിമ മാസ്ക് എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് മുഖം കാണാതെ ആയ എന്നെ തിരിച്ചറിയില്ല എന്നാണ് കേട്ടോ മഹിമയുടെ വിചാരം. അങ്ങനെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെൽ അടിക്കുകയാണ്. അപ്പോൾ സ്വപ്ന വന്ന് കതക് തുറക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഓർഡർ ചെയ്ത സാധനമാണ് എന്നും പറഞ്ഞ് മഹിമ കൊടുക്കുകയാണ്. അപ്പോൾ ഡെലിവറി ചാർജ് വേണം, പൈസ എത്രയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ 1000 രൂപയാണെന്ന് പറയും. എന്നാൽ തരാമെന്നും പറഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ എല്ലാം കാശ് തരുന്നില്ലേ എന്ന് ചോദിക്കേട്ടോ. തരാമെന്നല്ലേ പറഞ്ഞത്, ഞാൻ തരാതിരിക്കുകയൊന്നുമില്ല എന്ന് സ്വപ്ന പറഞ്ഞ ശേഷം പോവാൻ വേണ്ടി നിൽക്കാട്ടോ. പെട്ടെന്ന് സ്വപ്നയ്ക്ക് അത് പരിചയമുള്ള സൗണ്ടാണല്ലോ എന്നങ്ങ് ചിന്തിക്കുകയാണ്. എന്നിട്ട് അല്ല, നിൻ്റെ സൗണ്ട് കേട്ടിട്ട് നിന്നെ ഒരു പരിചയമുള്ളത് പോലെ തോന്നുന്നു, നീ ആ മഹിമയല്ലേ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ മഹിമ ഒന്നങ്ങ് പതറി പോവുകയാണ്. അല്ല, നിൻ്റെ മാസ്ക് ഒന്ന് ഊരിക്കേ, നിൻ്റെ ഹെൽമറ്റും ഒന്ന് ഊരിക്കേ, നീ മഹിമ തന്നെയാണല്ലോ എന്നിങ്ങനെ പറയാട്ടോ. അങ്ങനെ മാസ്കും ഹെൽമറ്റും ഊരുന്ന സമയത്ത് നീ ഇപ്പോൾ ഈ ജോലിയും ചെയ്യൽ തുടങ്ങിയോ എന്നങ്ങ് ചോദിക്കാട്ടോ. അപ്പോഴത്തേക്കും മഞ്ജു ഡ്യൂട്ടിക്ക് പോവാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഭാനു അമ്മയും വരികയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ അമ്മേ, ഇതാ ഇവൾ പോലീസുകാരിയുടെ അനിയത്തിയല്ലേ, അപ്പോൾ ഇതും ചെയ്യും ഇതിലപ്പുറവും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഒരു കളിയാക്കിയ പരുവത്തിലാണ് കേട്ടോ സ്വപ്ന ഇത് പറയുന്നത്. അത് കേൾക്കുമ്പോൾ മഹിമയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. അപ്പോൾ മഹിമ സ്വപ്നയുടെ തലക്കിട്ട് ആ ഹെൽമെറ്റ് വെച്ച് ഒരു കിഴിക്ക് കൊടുക്കുന്നത് പോലെ അങ്ങ് ചിന്തിക്കാണ് കേട്ടോ. പോലീസുകാരെ വല്ലാതെ അങ്ങ് നീ തരം താഴ്ത്തി കാണണ്ട, നിങ്ങളടക്കം എല്ലാവരെയും സംരക്ഷിക്കുന്നതേ ഈ പോലീസുകാർ തന്നെയാണ് എന്നൊക്കെ മഹിമ പറയാൻ വേണ്ടിയിട്ട് ചിന്തിച്ചു കൂട്ടാട്ടോ. സ്വപ്നയുടെ മുഖത്ത് നോക്കി പറയാൻ വേണം എന്നാണ് മഹിമയുടെ മനസ്സിൽ ചിന്തിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് സ്വപ്ന ചോദിക്കുകയാണ്, അല്ല നീ എന്താ ഈ ആലോചിച്ച് നിൽക്കുന്നത് എന്ന് ചോദിക്കട്ടെ. ഒന്നുമില്ല, എനിക്ക് പൈസ തന്നാൽ പെട്ടെന്ന് പോവാമായിരുന്നു എന്ന് പറയട്ടെ. അപ്പോൾ സ്വപ്ന, അല്ല അമ്മേ, പൈസ ഉണ്ടെങ്കിൽ ഒരു 1000 രൂപ കൊടുത്തേക്ക്. അപ്പോൾ ഭാനുഅമ്മ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാ ഇപ്പോൾ ഈ സാധനം വാങ്ങിയത്, പൈസ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ട് പോരെ നീ ഇത് ഓർഡർ ചെയ്യലേ എന്ന് പറയട്ടോ. ഇത് എന്തിനുള്ളതാണെന്ന് ചോദിക്കുമ്പോൾ മഹിമ ഒന്ന് കളിയാക്കിയ മട്ടിൽ പറയാണ്, അത് വട്ടച്ചോറിക്ക് ഉപയോഗിക്കുന്നതാണ്, അതിനുള്ള ക്രീമാണ് എന്ന് പറയട്ടോ. അപ്പോൾ സ്വപ്ന ഒന്ന് ആകെ വഷളായ പോലെ ആവുകട്ടോ. എന്നിട്ട് സ്വപ്നയോട് എന്തിനാണെന്നാ ചോദിച്ചത് എന്ന് ഭാനുഅമ്മ വീണ്ടും ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുക. ഞാൻ പറഞ്ഞില്ലേ അത് വട്ടച്ചോറിക്കുള്ള ക്രീമാണ് എന്ന് വീണ്ടും മഹിമ പറയട്ടോ കളിയാക്കിയ മട്ടിൽ. അങ്ങനെ ഭാനുഅമ്മ പറയാണ്, ഇപ്പോൾ ഇവിടെ പൈസ ഇല്ല, അതുകൊണ്ട് ഗിരി വന്ന ശേഷം മാത്രമാണ് പൈസ തരാൻ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ മഞ്ജു പറയണ, അല്ല അമ്മേ, ഞാൻ കൊടുത്തോളാം പൈസ, നിൻ്റെ പൈസയൊന്നും ഇവിടെ ആർക്കും വേണ്ട, നിൻ്റെ ചെലവിൽ ജീവിക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല, നിന്നെയും നിൻ്റെ അനിയത്തിയെയും കാണുന്നത് തന്നെ കലിപ്പാണ്, പിന്നെ നിൻ്റെ ഈ യൂണിഫോം ഇട്ട് നിൽക്കുന്നത് കാണുമ്പോഴേ ദേഷ്യം ഇരട്ടിച്ച് വരുമെന്നൊക്കെ പറഞ്ഞ് ചൂടാവാൻ കേട്ടോ. അപ്പം മഹിമ പറയാണ്, അല്ല ഈ പൈസ എനിക്ക് വേണ്ട, 1000 രൂപയല്ലേ, അത് ഞാൻ തന്നെ കൊടുത്തു എന്ന് മഹിമ പറയുമ്പോൾ വീണ്ടും സ്വപ്ന പറയണേ, നിൻ്റെ ഒന്നും ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഗിരിയേട്ടം വന്ന് ഉറപ്പായും നിൻ്റെ കാശ് തന്നിരിക്കും എന്ന് വീണ്ടും സ്വപ്ന പറയട്ടോ. അപ്പം മഹിമ പറയുന്നുണ്ട്, ഞാനല്ലേ പറഞ്ഞത് വേണ്ടാന്ന്, ഇത് ഞാൻ എടുത്തുകൊള്ളാം, നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് തന്നതാണെന്ന് കരുതിക്കോ, നമ്മൾ തമ്മിൽ ബന്ധുക്കളല്ലേ എന്ന് പറയുമ്പോൾ എന്തർത്ഥത്തിൽ ബന്ധുക്കൾ, നിങ്ങളെ കാണുന്നത് തന്നെ ദേഷ്യമാണ് എന്ന് ഭാനുഅമ്മ വീണ്ടും പറയട്ടോ. അപ്പോൾ മഹിമ പറയാൻ, നിങ്ങൾക്ക് ഞങ്ങൾ ബന്ധുക്കളല്ലായിരിക്കാം, പക്ഷേ ഞങ്ങളുടെ ഒരു ജീവൻ്റെ പാതിയാണ് ഇവിടെ ഉള്ളത് എന്ന് മഹിമ വീണ്ടും പറയട്ടോ മഞ്ജുവിനെ ഉദ്ദേശിച്ചിട്ട്. എന്നിട്ട് മഹിമ പിന്നെ അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് പറയുന്നുണ്ട് ഭാനുഅമ്മ, അവളുടെ ഒരു ഔദാര്യം, നിൻ്റെയും നിൻ്റെ അനിയത്തിയുടെയും ഔദാര്യത്തിൽ ജീവിക്കേണ്ട ഗതികേടൊന്നും ഈ ഭാനുഅമ്മക്കും മക്കൾക്കും വന്നിട്ടില്ല, അതുകൊണ്ട് നിൻ്റെ പൈസ ഉറപ്പായും ഞങ്ങൾ തന്നിരിക്കും എന്നൊക്കെ ഭാനുഅമ്മ പറയാൻ കേട്ടോ. എന്നിട്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് മഹിമയോട്, മോളെ നിൻ്റെ അക്കൗണ്ടിലേക്ക് ചേച്ചി പൈസ ഇട്ട് തരാമെന്ന് പറയുമ്പോൾ, വേണ്ട ചേച്ചി, ഈ ഒരു 1000 രൂപയല്ലേ, അത് ഞാൻ കൊടുത്തോളാം, അവരുടെ സംസാരം കേട്ടിട്ട് എനിക്ക് ചൊറിച്ചിലാണ് വരുന്നത്, കൂടുതൽ സംസാരിച്ചാൽ അത് ചേച്ചിയെ തന്നെ ബാധിക്കുമോ എന്ന് കരുതിയിട്ടാണ് ഞാനൊന്നും അധികം പറയാതെ പോകുന്നത് എന്നും പറഞ്ഞ് മഹിമ പോവുകയാണ് കേട്ടോ. അങ്ങനെ മഞ്ജുവിന് നല്ല വിഷമമാവുന്നുണ്ട് മഹിമ ഇങ്ങനെ പണിയെടുക്കുന്നതൊക്കെ കാണുമ്പോൾ. പിന്നീട് ഭാനുവും സ്വപ്നയും കൂടിയിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് കേട്ടോ. ഗിരി വരുന്ന സമയത്ത് ഇതിനുള്ള ഒരു കൊട്ട് അവൾക്ക് കൊടുക്കണം, ആ മഞ്ജുവിനിട്ടാണ് ആദ്യം കൊടുക്കേണ്ടത്, അതുകൊണ്ടാണ് ആ മഹിമയ്ക്ക് ഇത്ര അഹങ്കാരം എന്നൊക്കെ പറയാണ്. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ സ്വപ്ന പറയാൻ, ഞാൻ പറയുന്നത് പോലെ അമ്മ അങ്ങ് ചെയ്താൽ മതി എന്ന് പറയട്ടോ. അങ്ങനെ ഗിരി വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത്
സമയത്ത് ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായി ഏട്ടാ എന്നൊക്കെ പറയട്ടെ. എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ സ്വപ്ന കുറച്ച് എരിപിരിക്ക് കൂട്ടിയിട്ട് തന്നെ ഗിരിയോട് സംസാരിക്കുകയാണ് കേട്ടോ. ഞങ്ങളെന്നെ വഷളാക്കിയിട്ടാണ് ആ മഹിമ ഇവിടെ നിന്നും പോയത്. അമ്മയെയും എന്നെയും ഗിരിയേട്ടനെയും ഒക്കെ നാണം കെടുത്തിയിട്ടാണ് അവൾ പോയത് എന്നൊക്കെ. അതിന് എന്താണ് ഇവിടെ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓൺലൈനിൽ ഒരു സാധനം പർച്ചേസ് ചെയ്തിരുന്നു, ഓർഡർ ചെയ്തിരുന്നു, അത് കൊണ്ടുവരാനാണ്, അത് ഡെലിവറി ചെയ്യാനാണ് അവൾ ഇവിടേക്ക് വന്നത്. എന്നിട്ട് എന്നെയും അമ്മയെയും നാണം കെടുത്തിയിട്ടാണ് അവൾ പോയത് എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടാണ് കേട്ടോ സ്വപ്ന ഓരോ കാര്യവും ഗിരിയോട് പറയുന്നത്. അപ്പോൾ മഞ്ജു ഇതൊക്കെ കേട്ടിട്ട് ഒരക്ഷരം പോലും മിണ്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു ഇങ്ങോട്ട് വരട്ടെ, അവൾക്കുള്ളത് ഞാൻ കൊടുത്തോളാം, പക്ഷേ ആ മഹിമയെ ഞാൻ വെറുതെ വിടില്ല, ഇപ്പോൾ തന്നെ അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്, അവൾക്ക് അത്ര അഹങ്കാരം പാടില്ലല്ലോ, എൻ്റെ അമ്മയെ നാണം കെടുത്താനൊന്നും അവൾ വളർന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഗിരി ദേഷ്യപ്പെട്ടിട്ട് നേരെ മഹിമയുടെ അടുത്തേക്ക് ചെല്ലണ്ട. അങ്ങനെ മഹിമയാണെങ്കിൽ അമ്മാവനോട് സംസാരിച്ചിട്ട് ഡെലിവറി ചെയ്യാനുള്ള കാര്യവുമായിട്ട് പോവാൻ ഒരുങ്ങും. ആ സമയത്താണ് ഗിരി അവിടേക്ക് വരുന്നത്. അങ്ങനെ ഗിരിയെ കാണുമ്പോൾ അമ്മാവനും മഹിമയും നല്ല സ്വീകരിക്കാൻ കേട്ടോ. അപ്പോൾ സ്വീകരിക്കുകയൊക്കെ കാണുമ്പോൾ ഗിരി പറയും, നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനല്ല ഞാൻ വന്നത്, നീ എൻ്റെ വീട്ടിൽ ഒരു സാധനം കൊണ്ടുകൊടുത്തു എന്ന് പറഞ്ഞു, അതിന് 1000 രൂപയാണെന്നും അറിഞ്ഞു, ആ 1000 രൂപ തരാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്, അല്ലാതെ നീ അവരെ നാണം കെടുത്തി സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയട്ടോ. അപ്പോൾ മഹിമ പറയണ, ഞാൻ അതിന് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഗിരിയേട്ട, നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട, നീ അതിനുള്ള ആളായിട്ടില്ല, നിനക്കൊരു ജോലി കിട്ടിയെന്ന് കരുതിയിട്ട് ഇത്രയ്ക്ക് അഹങ്കാരമൊന്നും വേണ്ട എന്ന് പറയട്ടോ. അതിന് ഗിരിയേട്ട ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, സാധനം അവിടെ കൊണ്ടുകൊടുത്തു, സ്വപ്ന ഓർഡർ ചെയ്ത സാധനമായിരുന്നു, അത് കൊണ്ടുകൊടുത്തു, പക്ഷേ അതിന് 1000 രൂപ തരാൻ അവരെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട, നമ്മൾ ബന്ധുക്കളല്ലേ, അതുകൊണ്ട് 1000 രൂപ ഞാൻ തന്നെ കൊടുത്തോളാം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അതിന് ഞാൻ അവരെ നാണം കെടുത്തിയിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഗിരി അത് കേൾക്കാൻ കൂട്ടാക്കുന്നതില്ല കേട്ടോ. അപ്പോൾ ഗിരി പറയുന്നുണ്ട്, നീ അധികമൊന്നും സംസാരിക്കേണ്ട, നിൻ്റെ ഔദാര്യമൊന്നും ഞങ്ങൾക്ക് വേണ്ട, ദാ പിടിച്ചോ എന്നും പറഞ്ഞ് 1000 രൂപ അങ്ങ് കൊടുക്കേണ്ട. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ മഹേഷും ഒപ്പം ഉണ്ടാവും. അപ്പോൾ ഗിരി ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ മഹേഷിന് നല്ല സന്തോഷമാവാണ്. എന്നിട്ട് ഗിരി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. അങ്ങനെ മഹേഷ് പറയണ, കണ്ടില്ലേ നിനക്കൊരു ജോലി കിട്ടിയെന്നും കരുതിയിട്ട് നിനക്ക് വല്ലാത്ത അഹങ്കാരമായിരുന്നു, അതിന് ഇങ്ങനെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് മഹേഷ് കുറച്ച് കളിയാക്കുകയാണ് കേട്ടോ മഹിമയെ. അങ്ങനെ അമ്മാവനോട് മഹിമ പറയുന്നുണ്ട്, അല്ല എന്നോടുള്ള ദേഷ്യം ഇനി ചേച്ചിയോട് തീർക്കുമോ ഗിരിയേട്ടൻ, ചേച്ചിയെ അടിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. ഗിരി അങ്ങനെയൊന്നും ചെയ്യില്ല, ഗിരി വെറുതെ ഇങ്ങനെ ചൂടാവും എന്നേ ഉള്ളൂ, ഗിരി അങ്ങനെയൊന്നും അല്ല അമ്മാവ, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് എന്ന് മഹിമ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ മഹിമയ്ക്ക് വീണ്ടും ഒരു ഓർഡർ കൊടുക്കാൻ വേണ്ടി ഒരു കോള് വരികയാണ്. അങ്ങനെ അത് ഗിരിയുടെ ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓർഡർ ആയിരിക്കും കേട്ടോ. അങ്ങനെ അവർ അഭിനയിക്കാൻ വേണ്ടി ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിക്കാൻ വേണ്ടി പോകുന്ന നടിയായിരിക്കും. അങ്ങനെ മഹിമയ്ക്കുള്ള പൈസയൊക്കെ കൊടുത്ത് മഹിമ അവിടെ നിന്നും പോകുന്ന സമയത്ത് അവർ പറയുകയാണ്, പോവല്ല മോളെ ഇവിടെ നിന്നേന്നും പറഞ്ഞിട്ട് അതിലുള്ള പ്രൊഡക്റ്റ് ഒന്ന് പൊട്ടിക്കാൻ കേട്ടോ. എന്നിട്ട് ഡോക്ടറുടെ സ്റ്റെതസ്കോപ്പ് ആയിരിക്കും അത്, അങ്ങനെ കഴുത്തിൽ അത് അണിയാണ് കേട്ടോ. എന്നിട്ട് ഇത് എങ്ങനെയുണ്ട് മോളെ എന്ന് ചോദിക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ടല്ലോ ഡോക്ടറെ എന്ന് പറയട്ടോ. അപ്പോൾ മഹിമയുടെ വിചാരം അവർ ഡോക്ടർ തന്നെയാണെന്നാണ്. അപ്പോഴാണ് വക്കീലിനെ കാണുന്നത് കേട്ടോ. അങ്ങനെ ഗിരിയുടെ ഫ്രണ്ട് വക്കീലാണ്. ആ വക്കീലിനെ കാണുന്ന സമയത്ത് മഹിമ ചോദിക്കുകയാണ്, അല്ല ഇത് വക്കീലിൻ്റെ വീടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതെ എൻ്റെ വീടാണ്. അപ്പോൾ വക്കീലിൻ്റെ അമ്മയാണോ ഇത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതെ എൻ്റെ അമ്മയാണ്, പക്ഷേ ഡോക്ടറൊന്നുമല്ല, ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കുന്ന ഒരു നടിയാണ് എന്ന് പറയുമ്പോഴാണ് കേട്ടോ മഹിമയ്ക്ക് കാര്യം മനസ്സിലാകുന്നത്. അങ്ങനെ മഹിമ ചോദിക്കുകയാണ്, എനിക്ക് ഗിരിയേട്ടനെ കുറിച്ച് ഒരു കാര്യം ചോദിക്കാനുണ്ട്, വക്കീലൊന്ന് പറയുമോ എന്ന് എന്താണ് എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണെന്ന് വെച്ചാൽ എനിക്കറിയുന്ന കാര്യം ഞാൻ പറഞ്ഞോളാം എന്ന് പറയട്ടോ. അങ്ങനെ അല്ല ഗിരിയേട്ടന് ദേഷ്യം വന്നാൽ ആരെന്നെങ്കിലും അടിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഗിരിക്ക് ദേഷ്യം വന്നാൽ നല്ല അടി തന്നെയാണ് കൊടുക്കാറുള്ളത് എന്ന് പറയട്ടോ. അപ്പോൾ സ്ത്രീകളെ അടിക്കുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പറയാണ്, ഇല്ല സ്ത്രീകളെ അടിക്കില്ല, അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഗിരിക്ക്, അതിനൊരു കാരണവുമുണ്ട്. ഗിരിയുടെ പെങ്ങൾ സ്വപ്നയെ ഇതുപോലെ ഒരു പ്രാവശ്യമായിട്ട് ഗിരി ചെറുപ്പത്തിൽ ഒന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗിരിയുടെ അച്ഛൻ പറഞ്ഞു, ഇനി ഒരിക്കലും സ്ത്രീകളെ അടിച്ചു പോവരുത് എന്നുള്ള കാര്യം. കാരണം സ്വപ്നയെ അടിച്ച സമയത്ത് സ്വപ്ന പെട്ടെന്ന് ബോധം കെട്ട് വീഴുകയും പിന്നീട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് കാരണം തന്നെ അന്നു മുതൽ ഇന്ന് വരെയും അച്ഛന് കൊടുത്ത വാക്ക് ഗിരി തെറ്റിച്ചിട്ടില്ല. അതുകൊണ്ട് ഗിരി ഒരിക്കലും ഒരു സ്ത്രീകളെയും അടിക്കില്ല എന്ന് അച്ഛന് കൊടുത്ത ഒരു വാക്കുണ്ട്, അത് ഇപ്പോഴും പാലിച്ചു
വരിക തന്നെയാണ് ഗിരി ചെയ്യാറുള്ളത് എന്ന് പറയട്ടെ. അത് കേൾക്കുമ്പോൾ മഹിമയ്ക്ക് നല്ല സന്തോഷമാവാണ്. അപ്പോൾ ഒരിക്കലും മഞ്ജു ചേച്ചിയെ അടിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാവാൻ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഗിരിയേട്ടൻ ഒരുപാട് എരിപിരി കയറ്റിയിട്ട് അമ്മയും സ്വപ്നയും ഓരോന്ന് പറഞ്ഞു കൊടുത്താലും മഞ്ജു ചേച്ചിയെ അടിക്കില്ല എന്ന് മഹിമയ്ക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ മഹിമ നേരെ പോകുന്ന സമയത്ത് മഞ്ജുവിനെ കാണുകയാണ്. അപ്പോൾ മഞ്ജു ആണെങ്കിലോ മഹിമയെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ എന്താ ചേച്ചി എന്നോട് പിണക്കത്തിലാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അല്ല മോളെ, നീ ഇങ്ങനെ ഒരു കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. നിനക്ക് കൂടി വേണ്ടിയിട്ടല്ലേ ചേച്ചി ജോലിക്ക് പോകുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ ചേച്ചി ഇത് കണ്ടൊന്നും വിഷമിക്കേണ്ട. എൻ്റെ സ്വന്തം കാലിൽ നിൽക്കുന്നത് എനിക്കും കൂടി അഭിമാനമാണ്. ഞാനിപ്പോൾ ചേച്ചിയെ അതിനൊന്നുമല്ല നിർത്തിയത്. ഞാനൊരു ചേച്ചിയോട് ഒരു കാര്യം പറയാനാണ് എന്ന് പറയാം കേട്ടോ. ഇനി അടുത്ത എപ്പിസോഡിൽ മഞ്ജുവിനോട് മഹിമ കാര്യം പറയാൻ കേട്ടോ. ഗിരിയുടെ ഫ്രണ്ട് പറഞ്ഞ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരിക്കലും സ്ത്രീകളെ ഗിരിയേട്ടൻ അടിക്കില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തത് വിശദമായിട്ട് തന്നെ മഞ്ജുവിനോട് പറയട്ടെ. അപ്പം മഞ്ജുവിന് നല്ല സന്തോഷമാവുകയാണ്. അങ്ങനെ മഞ്ജു വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഗിരി നല്ല ദേഷ്യപ്പെട്ടിട്ട് മഞ്ജുവിനോട് സംസാരിക്കാൻ കേട്ടോ. സ്വപ്നയും അമ്മയും കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എരിപിരി കയറ്റി കൊടുത്തത് അതുപോലെ മനസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ ഗിരി പെരുമാറാൻ പോകുന്നത് മഞ്ജുവിനോട്. പക്ഷേ മഞ്ജു സത്യമൊക്കെ മനസ്സിലാക്കി വന്നതുകൊണ്ട് തന്നെ ഗിരിയുടെ നേരെ ചെല്ലിട്ട് നല്ല കൂളായിട്ട് നിൽക്കുക കേട്ടോ. എന്നിട്ട് നീയും നിൻ്റെ അനിയത്തിയും കൂടി എൻ്റെ അനിയത്തിയെയും എൻ്റെ അമ്മയെയും നാണം കെടുത്തിയിട്ടുണ്ട്. അതിന് എനിക്ക് ചോദിക്കാൻ അറിയാനിട്ടല്ല, എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് കിട്ടിയാലുണ്ടല്ലോ എന്ന് പറയും. അതിനെന്താ ഗിരിയേട്ടൻ എന്നെ അടിച്ചോ, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ കാണിച്ചു തരാമല്ലോ എന്നും പറഞ്ഞ് കവളിങ്ങനെ ഗിരിയുടെ നേരെ കാണിക്കുക കേട്ടോ. എന്നിട്ട് പറയും അടിക്ക് ഗിരിയേട്ടനൊന്ന് അടിച്ച് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ ഗിരി പെട്ടെന്ന് എന്താ ഇപ്പോൾ ഇവൾ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള ഭാവത്തിൽ നോക്കുക കേട്ടോ. എന്നിട്ട് പറയണ നിനക്ക് ഞാൻ ഓങ്ങി വെച്ചിട്ടുണ്ട്, ആ ഓങ്ങി വെച്ചത് ഇങ്ങനെ തന്നേക്ക്, ഞാൻ വാങ്ങിച്ചോളാം എന്ന് വീണ്ടും മഞ്ജു കളിയാക്കിയ മട്ടിൽ പറയട്ടെ. അപ്പോൾ ഗിരിക്ക് കാര്യം മനസ്സിലായി, ഇവളെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നപ്പോൾ ഞാൻ ഇനി ഇവളെ അടിക്കില്ല എന്നുള്ള കാര്യമൊക്കെ ഇവൾ അറിഞ്ഞു കഴിഞ്ഞു എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ ഗിരി പറയും ഞാൻ നിനക്ക് നല്ല അടി തരും, അത് ഇപ്പോഴല്ല, ഞാൻ ഓങ്ങി വെക്കുന്നുണ്ട്, ഞാൻ പിന്നീട് ഒരിക്കലാണ് തരുക എന്ന് പറയട്ടോ. അതിനെന്താ എപ്പോൾ വേണമെങ്കിലും തന്നോ, ഞാനത് കൊള്ളാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് എന്നും പറഞ്ഞു ഗിരിയെ മഞ്ജു ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ കേട്ടോ. അങ്ങനെ ഗിരിയുടെ ആ ഒരു കലിപ്പ് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് മഞ്ജു ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. മഞ്ജു ഗിരിയുടെ ആ ദേഷ്യപ്പെടലും ചൂടാവലും ഒക്കെ നന്നായിട്ട് തന്നെ ആസ്വദിക്കുകയാണ് മഞ്ജു. അങ്ങനെ മഞ്ജുവിന് സന്തോഷമാവുക കേട്ടോ മനസ്സിലേക്ക്. ഗിരിയോട് ഓരോ ദിവസവും അടുക്കും തോറും ഗിരിയുടെ സ്വഭാവത്തിൻ്റെ ഗുണങ്ങളൊക്കെ മഞ്ജുവിന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഗിരിയും മഞ്ജുവും പരസ്പരം അറിഞ്ഞ് സ്നേഹിക്കുന്ന ആ എപ്പിസോഡുകളൊക്കെ വരാനിരിക്കുന്നുണ്ട്.